എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ദിവസഫലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച, ചിങ്ങം 7, 23/8/2025. ഇന്നത്തെ ദിവസത്തെ ഫലം നമുക്ക് പരിശോധിക്കാം. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമാണ്. പൊതുവെ ശനിയെ എല്ലാവർക്കും പേടിയാണ്. ശനിയെ കുറച്ച് ഹാസ്യാത്മകമായി ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് പിള്ളക്കലി ബാധിച്ച അമ്മാവനെന്നാണ്. അതായത് ശനിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, അദ്ദേഹം നമ്മുടെ അമ്മാവനാണ് എന്ന് സങ്കല്പിച്ചിട്ട് കുട്ടികളെ എടുത്ത് മേലോട്ടെറിയുകയും താഴോട്ട് പിടിക്കുകയും ചിലപ്പോൾ കയ്യിൽ നിന്ന് വീണ് പോവുകയൊക്കെ ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് ശനിയെ നമ്മൾ പിള്ളക്കലി ബാധിച്ച അമ്മാവനെന്ന് പരിഹസിച്ചോ അല്ലെങ്കിൽ ഹാസ്യാത്മകമായി ചിത്രീകരിക്കാറുണ്ട്. ശനി ഒരു പരിഹാസ്യനല്ല. ശനി നമ്മളുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് നമുക്ക് കർമ്മഫലം തരാനായിട്ട് വരുന്ന ഒരു ഏജൻ്റാണ്. ശനി എന്ന വാക്കിൻ്റെ അർത്ഥം സ്ലോ, സാവധാനം എന്നൊക്കെയാണ്. ശനിയുടെ പേര്, ശനിയുടെ സംസ്കൃത പേര് ശനൈഹി ചരഹ എന്നാണ്. ശനൈശ്ചര എന്ന് ശനിയെ നമ്മൾ പറയാറുണ്ട്. ശനൈശ്ചര എന്ന് പറയുന്ന വാക്ക് ലോപിച്ച് ശനീശ്വരൻ എന്നൊക്കെ ആയിപ്പോയി. ആക്ച്വലി ശനൈശ്ചരൻ എന്ന് തന്നെയാണ് ശനിയെ നമ്മൾ പറയേണ്ടത്. ശനൈശ്ചര എന്ന് പറഞ്ഞാൽ മന്ദചര, സ്ലോ വാക്കർ എന്നാണ് അർത്ഥം. അതായത് സൂര്യനിൽ നിന്ന് വളരെ അകലെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ടാണ് ശനിയെ നമ്മൾ ശനി എന്ന് വിളിക്കുന്നത്. അത് വളരെ സമയമെടുത്താണ് ഒന്ന് കറങ്ങി വരുന്നത്. ശനി 2.5 വർഷം കൊണ്ടാണ് ഒരു രാശി തന്നെ പകർന്ന് പോകുന്നത്. 30 വർഷത്തിലൊരിക്കലാണ് ശനി കറങ്ങി തുടങ്ങിയ പോയിന്റിൽ എത്തുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ശനിയെ ഭയക്കുന്നത്. എന്നാൽ ശനി നിഗൂഢതകളുടെ ഒരു ഗ്രഹമാണ്. ശനിയെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, സാധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് നിഗൂഢതകളും ഒക്കെ ഉള്ള ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ശനി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നതാണ് നമ്മൾ പ്രാധാന്യമായി ചിന്തിക്കേണ്ടത്. നമ്മുടെ രാശിചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയുടെ 12 കോളങ്ങളാണ്. മേടം മുതൽ മീനം വരെ വ്യാപിച്ചു കിടക്കുന്ന രാശിചക്രത്തിൽ ശനിയുടെ ഗ്രഹമെന്നറിയപ്പെടുന്നത് മകരവും കുംഭവുമാണ്. ശനിയുടെ ഉച്ചക്ഷേത്രം എന്നറിയപ്പെടുന്നത് തുലാരാശിയും നീചക്ഷേത്രം എന്നറിയപ്പെടുന്നത് മേടരാശിയുമാണ്. എന്നാൽ ശനി പലപ്പോഴും നമുക്ക് ഗുണകരമായ അനുഭവങ്ങൾ തരാറുണ്ട്. ശനി പെരുമ എന്ന് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ശനിയുടെ ദിവസം ചില കാര്യങ്ങൾ തുടങ്ങിയാൽ പെരുമ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ശനി വളരെയധികം നിഴൽ വീഴിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് 7.5 ശനി, കണ്ടകശനി എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടങ്ങൾ നമ്മുടെ ജന്മരാശിയുടെ 2ലും 12ലും ഒക്കെ ശനി സഞ്ചരിക്കുന്ന ആ സമയം നമുക്ക്, അല്ലെങ്കിൽ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമൊക്കെ നമുക്ക് കുറച്ച് ദുഷ്കരമായിട്ടാണ് കാണുന്നത്. ഇതിനെ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ പൂർവജന്മ അധിഷ്ഠിതമായി നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾ അനുഭവിക്കാൻ, നമ്മളെ അനുഭവിപ്പിച്ച് നമ്മുടെ ആത്മശുദ്ധി വരുത്തുവാനാണ് 7.5 ശനിയും കണ്ടകശനിയുമൊക്കെ വരുന്നതെന്നാണ്. ഏകദേശം അത് ശരിയായ അനുഭവമായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് നമുക്ക് പെട്ടെന്ന് മുഹൂർത്തം അറിയാൻ നമ്മൾ ഹോര നോക്കാറുണ്ട്. അത് ആ പ്രകാരം നമ്മൾ ഹോര നോക്കുമ്പോൾ നമുക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ നമുക്ക് ഒരു സൂത്രത്തിൽ ഒരു മുഹൂർത്തം നോക്കാൻ പറ്റും. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അർക്ക, ശുക്ര, ബുധ, ചന്ദ്ര, മന്ദ, ജീവ, കുജ. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ ഓരോ മണിക്കൂറും ഓരോ ഗ്രഹങ്ങളും ഭരിക്കുന്ന നിമിഷങ്ങളാണ്. അതിൽ ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും ശുക്രനും വ്യാഴവും ഒക്കെ ഭരിക്കുന്ന, ബുധനും ഒക്കെ ഭരിക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ മുഹൂർത്തങ്ങൾ നമുക്ക് അനുകൂല സമയമാണ്. ഇന്ന് ശനിയാഴ്ച തുടങ്ങുന്ന ശനി ഹോരയോടുകൂടിയാണ്. ഉദയം മുതൽ 1 മണിക്കൂർ ശനിയാണ് ഭരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഫലങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് ശനിയാഴ്ചയുടെ പ്രത്യേകതകൾ നമുക്കെന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ദിവസഫലം നമുക്ക് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച കുറച്ച് സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും തടസ്സപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി അനുകൂലമായ ഒരു സംയമനം ഉണ്ടാകുന്നതാണ്. മനസ്സിനെ വളരെ ദൃഢപ്പെടുത്തുകയും എന്തു വന്നാലും നേരിടാനായി ശക്തി സംഭരിക്കുകയും ചെയ്യേണ്ടതാണ്. ചില പ്രശ്നങ്ങൾ അലട്ടാനായി സാധ്യത ഉള്ളതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. വളരെ ദോഷമായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ മനസ്സൊന്ന് കലങ്ങാനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അധ്യാപകർക്കും അതേപോലെ തന്നെ നല്ല ദിവസമാണ്. ഇനി ശുക്രൻ്റെ പ്രാധാന്യമുള്ള വിവാഹാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒക്കെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. കൂടാതെ മറ്റ് ചില സാധാരണമായ എല്ലാ ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂല ദിവസമായി കാണുന്നു. കിട്ടാതെ കിടക്കുന്ന ചില ധനം വന്നു ചേരാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്ന് ശനിയാണ് ഭജിക്കേണ്ടത്. ശനിയെ ഭജിക്കുമ്പോൾ ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്രകാരം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഗുണകരമായി കാണുന്നു. ഏഴര ശനിയുടെ സാന്നിധ്യവും കൂടി മേടക്കൂറുകാർക്കുണ്ട്. എന്നാൽ ഏഴര ശനി അത്ര തന്നെ ഉപദ്രവിക്കുന്നതല്ല. ഏഴര ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിര. ഈ ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ചില സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. എന്നാൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സ്ഥിരമായി അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേക ശ്രദ്ധ വേണ്ടത് യാത്രയിലും അതേപോലെ പണമിടപാടിലുമാണ്. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഏതെങ്കിലും വസ്തു കരാറിനോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിനോ പറ്റിയ ദിവസം അല്ല. ബിസിനസ്സുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ കലാകാരന്മാർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊന്നും ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ നക്ഷത്രഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. രോഗാദി ദുരിതങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. മരുന്ന്, ചികിത്സ ഒക്കെ തുടങ്ങുന്നതിന് ഇന്ന് അനുകൂലമായ ദിവസമല്ല. എന്നാൽ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് വിപരീതമായൊരു ദിവസമായിട്ട് കാണുന്നില്ല. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് സന്തോഷമായ കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അനുകൂലമായൊരു ദിവസമായിരിക്കും. വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിനും അതേപോലെ കല്യാണം, വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കൽ, അതേപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കൽ, ഇതിനൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിട്ട് ഇന്ന് കാണുന്നു. എല്ലാ തൊഴിലുകളും ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം നോക്കാം. കർക്കിടകക്കൂറുകൾ വരുന്ന നക്ഷത്രമാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആലസ്യത്തിൻ്റെ ദിവസമാണ്. ചില മടിയും ക്ഷീണവും ഒക്കെ കൊണ്ട് കാര്യങ്ങൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ ഉണരുകയും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്.
ഇന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. അതെടുക്കാനായിട്ട് സാധിക്കും. വിവാഹാദി കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവർക്ക്, ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ അവർക്ക് വന്നു ചേരാവുന്ന ചില ഗുണകരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ കച്ചവടക്കാർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. മറ്റ് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇന്ന് തൊഴിൽപരമായി അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായ ചില ഇടപാടുകളിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ചില വീഴ്ചകൾ ഉള്ളതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗുണകരമായൊരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് അത്ര തന്നെ മെച്ചമല്ലെങ്കിലും ഗുണകരമായൊരു ദിവസം തന്നെയാണ് ഇന്ന്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്ന് തൊഴിൽപരമായി വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ലാഭകരമായതും തിരക്കുള്ളതുമായ ഒരു ദിവസമായിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തത്ര ഒരു തിരക്ക് അനുഭവപ്പെട്ടേക്കാം. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ള ആളുകൾക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ആഹാരകാര്യത്തിലും ശ്രദ്ധിക്കുക. അതുകൂടാതെ കുട്ടികളുടെ കാര്യങ്ങൾ ഓർത്ത് മനപ്രയാസം ഉണ്ടാകുന്ന ദിവസമാണ്. അവരുടെ പഠനത്തിലുള്ള അല്ലെങ്കിൽ വിദേശ പഠനയാത്ര ഒക്കെ തടസ്സപ്പെടുന്നതായിട്ട് തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അത് ശനിയെ പ്രാർത്ഥിക്കുക. വൈകുന്നേരത്തോടുകൂടി അനുകൂലമായ ചില മറുപടികൾ ലഭിക്കുന്നതാണ്. എങ്കിലും ഇന്നത്തെ ദിവസം അത്രത്തോളം അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി കന്നിക്കൂറുകാരുടെ ഫലങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാട, മുക്കാല്, അത്തം, ചിത്തിരയാര. കന്നിക്കൂറുകാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. ഇന്ന് കുറച്ച് അധ്വാനത്തിൻ്റെ ദിവസമാണെങ്കിൽ പോലും സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. വിശ്രമിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ധാരാളം പണം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ്സുകാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഏതെങ്കിലും സംരംഭത്തിന് പുറപ്പെടുന്നവർക്ക് വളരെ ആശ്വാസകരമായ മറുപടി ലഭിക്കുന്നതാണ്. രോഗാദി ദുരിതങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. ചികിത്സയ്ക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താനോ നല്ല ചികിത്സ ലഭിക്കുവാനോ ഒക്കെ ഉതകുന്ന ഒരു സാഹചര്യം ഒതുങ്ങി വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് ദോഷകരമായി ഒന്നും കാണുന്നില്ല. ഇന്നത്തെ ദിവസം അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി തുലാരാശിയുടെ ഫലങ്ങൾ നോക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. തുലാരാശിക്കാർക്ക് ഇന്ന് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില ക്ലേശങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. സഞ്ചാരികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്ന് സംഭവിച്ചേക്കാം. നിത്യേന കഴിക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ അതൊക്കെ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലഡ് പ്രഷറുള്ളവർക്ക് അത് അല്പം അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായ ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. സിനിമ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ സാധാരണ എല്ലാ ജോലികളും ചെയ്യുന്നവർക്കും വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ ഇന്ന് വന്നു ചേരാൻ ഇടയുണ്ട്. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതായിരിക്കും. ബന്ധുസമാഗമത്തിന് ഇടയുണ്ട്. അതേപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും സഫലീകരിക്കുമെന്ന ഒരു ആശ്വാസവാക്ക് ലഭിക്കുന്ന ദിവസമായിരിക്കും.
ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആഹാര കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കുക. പുറത്തു നിന്നുള്ള ആഹാരം ഒഴിവാക്കുക. ഭക്ഷ്യവിഷ ബാധ ഏൽക്കാനായി സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന കുറച്ച് വിഷമതകളൊക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. സ്വന്തമായി സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി ധനുരാശിക്കാരുടെ ഫലം നോക്കാം. ധനുരാശികളിൽ വരുന്ന നക്ഷത്രമാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂല ദിവസമാണ്. അവർക്ക് ദീർഘനാളുകളായി പ്രതീക്ഷിച്ചിരുന്ന ചില സന്തോഷാനുഭവങ്ങളുടെ തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. വിവാഹാദി കാര്യങ്ങളിൽ തീർച്ച കൽപ്പിക്കുന്ന ദിവസമായിരിക്കും. ഒരു പുതിയ നല്ല സുഹൃത്തിനെ കണ്ടെത്തുകയും മനഃശാന്തി ലഭിക്കുന്നതുമാണ്. നഷ്ടപ്പെട്ട കുറച്ച് ധനം വന്നു ചേരാനും സാധ്യത കാണുന്നു. തൊഴിലിൽ ഇന്ന് അഭിവൃദ്ധിയുള്ള ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ തന്നെ സിനിമ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപരമായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളെല്ലാം വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. IT ഫീൽഡിലുള്ളവർക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ചില പിഴവുകൾ വരാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ നക്ഷത്രഫലം പരിശോധിക്കാം. മകരക്കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുമെന്ന്. ചില ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. ഇഷ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ഒരുപാട് നാൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തീരുമാനത്തിലെത്തുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ബിസിനസ്സുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിയമപരമായ കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ ഒക്കെ പ്രതികൂലമായ സാഹചര്യമാണ്. അയൽപ്പക്കവുമായിട്ടുള്ള ചില സംഘർഷങ്ങൾക്ക് സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുകയും ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ പരിശോധിക്കാം. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ജോലി ഭാരം കൊണ്ട് ചില ക്ലേശങ്ങളെല്ലാം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. തലവേദന അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവർക്ക് ഇന്നത് കുറച്ച് അധികരിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് മുൻപോട്ട് പോകേണ്ടതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ വിപരീതമായ അനുകൂല ഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നല്ല ദിവസമായിരിക്കും. ആലസ്യത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ബിസിനസ്സുകാർക്ക് അത്ര നല്ല ഗുണകരമായ ദിവസമല്ല എങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ഉല്ലാസയാത്രയ്ക്ക് പോകാനോ കുടുംബവുമൊത്ത് സന്തോഷം പങ്കിടാനോ ഒക്കെ ഇടയാകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കയ്ക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വലിയ പർച്ചേസുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അവർക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര അനുകൂലമായൊരു കാര്യമല്ല. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില മനക്ലേശങ്ങൾ ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്.
എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. പരീക്ഷകളിലൊക്കെ ഇന്ന് കുറച്ച് വിജയസാധ്യത കുറഞ്ഞ ദിവസമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാം. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് ഇന്ന്. അതായത് ചില ഔഷധങ്ങൾ കൊണ്ടുള്ള റിയാക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഔഷധ സേവയെല്ലാം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഇതൊഴിച്ചാൽ മീനക്കൂറുകാർക്ക് വളരെ നല്ല ദിവസമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കൂറുഫലം. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു.